കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ഇഞ്ചി മാറി മഞ്ഞളെടുത്ത് ഇനി ലോകം മുഴുവനും കാണുക ട്രോളിക്കൂട്ടിയ ആളാണ് എൻ്റെ കെട്ടിയോൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കേട്ടോ. അന്ന് ചാച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മയെങ്ങാനും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ പിള്ളേരും പട്ടിണി ആവുമല്ലോ എന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കണം, ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കണതൊക്കെ കഴിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നില്ലേ. ഇതാണ് പറയുന്നത് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന്. പിന്നെ ഇതുവരേക്കും ഞാൻ വെച്ചുണ്ടാക്കി കൊടുത്തതിൽ അങ്ങനെ കുറ്റവും കുറവൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിനർത്ഥം അത്രയ്ക്ക് മോശപ്പെട്ട ഒരു കുക്കിങ്ങും കാര്യങ്ങളൊന്നല്ല എൻ്റേതെന്നല്ലേ. ഇനിയിപ്പോൾ മോശം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരുമോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതേ അപ്പനും മക്കളും ഭയങ്കര സ്നേഹപ്രകടനമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇപ്പം അതിനുള്ള സമയം പോലും കിട്ടുന്നില്ല. അങ്ങനെ ദേ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ബോറടിക്കുമ്പോൾ ഒക്കെ ചാച്ചൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരെയും കൊണ്ടൊന്ന് താഴേക്ക് പോകട്ടോ. താഴേക്കോ അല്ലെങ്കിൽ കടയിലേക്കോ എവിടേക്കെങ്കിലൊക്കെ ഇവന്മാരെയും കൂട്ടി പോവും. ഇപ്പോൾ പുതിയ സൈക്കിൾ കിട്ടിയാൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ സൈക്കിളൊക്കെ എടുത്തിട്ട് ദേ ഇവന്മാരെയും കൂട്ടി ചാച്ചൻ ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഡോണു ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇറങ്ങി ഓടുകയും ചെയ്തു. അവൻ ലിഫ്റ്റിൻ്റെ അവിടേക്ക് പോവോ എന്നുള്ളൊരു പേടി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പക്ഷെ നിൽക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നോളൂ കേട്ടോ. ഡോണു പപ്പയുടെ കൂടെ പോയേ. ചേട്ടൻ പിടിക്ക്. ഏതമോനാണെങ്കിൽ സൈക്കിള് ചവിട്ടി പഠിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവന് ഫ്രണ്ടിലേക്ക് ചവിട്ടണേക്കാളും ഇഷ്ടം എനിക്ക് തോന്നുന്നു ബാക്കിലേക്ക് ചവിട്ടാനാന്ന് തോന്നുന്നുണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബാക്കിലേക്ക് ചവിട്ടുള്ളൂ. അതേപോലെ തന്നെ നേരെ നോക്കി ചവിട്ടടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് നോക്കി ചവിട്ടുള്ളൂ. നേരെ നോക്കുമ്പോഴത്തേക്കും ചെക്കൻ്റെ ബാലൻസ് പോകാമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആദ്യമായിട്ടല്ലേ പഠിച്ചു വരുന്നതേ ഉള്ളൂ, എല്ലാം സെറ്റ് ആയിക്കോളും. അങ്ങനെ അവരുടെ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫുഡിങ്ങും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് ദേ പപ്പയും മക്കളും നല്ല ഉറക്കമായിട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ നല്ല അസൂയ തോന്നുന്നുണ്ട്. ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന പിള്ളേരാണ് ഇപ്പോൾ അതേ പപ്പേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടോ. ഞാനാണെങ്കിൽ ഇവരുടെ കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഫ്ലാഷ് അടിച്ചപ്പോഴത്തേക്കും ചാച്ചനെ എണീക്കുകയും ചെയ്തു കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് തീരെ പാടില്ല ഉണങ്ങുന്ന സമയത്ത്. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഫുൾ ലൈറ്റ് വേണം താനും. അത് കാരണം ഈ ചെറുക്കൻ ഉറങ്ങണ വരേക്കും ഫുൾ ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.